ചിങ്ങനെ കാണുന്ന ഇഷ്ടമാണ്. ചിങ്ങനെ കാണുന്ന ഇഷ്ടമാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ഡെയിലി വീഡിയോ കാത്തിരിക്കണം, ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വീഡിയോ ഇടാനിപ്പോൾ പറ്റണില്ല, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനധികം ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഉച്ചയൊക്കെ കഴിഞ്ഞിക്കണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം. പിന്നെ ഇന്നലെ ഒരു സബ്സ്ക്രൈബറേയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷം, എൻ്റെ അടുത്ത് വന്ന് എന്നോട് വീഡിയോസൊക്കെ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഒന്നാമത് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടണില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോ വരാത്തത്. ഇനി ഇൻഷാ അല്ലാഹ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് പൂരി ഉണ്ടല്ലോ, പൂരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആട്ടപ്പൊടി കൊണ്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങണ ആട്ടപ്പൊടിയില്ലേ, അത് ഞാനിങ്ങനെ തരിച്ചാണ്ട് ബോട്ടിലാക്കി വെച്ചേക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാമല്ലോ അതൊന്ന്. അപ്പോൾ ഞാനൊരു 2 കപ്പ് ആട്ടപ്പൊടി ഇട്ടാണ്. പിന്നെ അതിക്കൊരു 2 സ്പൂണ് റവ ഉണ്ടല്ലോ, റവയും ചേർത്ത് കൊടുത്തു. 2 സ്പൂണ് മൈദ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പച്ചവെള്ളം കൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കണത്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുഴക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കയ്യുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ അടച്ചു വെക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മാവൊന്ന് റെസ്റ്റ് ചെയ്യുകയും ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഞാനിന്ന് ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ തന്നെ ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് കൊടുത്തിന്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു സവാളയും. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ 2 പച്ചമുളകും. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ആ സവാള അതിക്കിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം വഴന്ന് വരാനൊന്നും കാത്തിക്കണില്ല. പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറേ സമയമൊന്നും വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ആ എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല സോറി മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഗരം മസാല കയ്യിലില്ലെങ്കിൽ 1 ഏലക്കായ, 1 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, അതൊക്കെ ആ എണ്ണയ്ക്ക് ഇട്ടുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് സവാള ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഒരു 4 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടൊരു മസാലക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഒരു 4 വിസിലൊക്കെ അടിച്ച് ഞാൻ കുക്കർ ഓഫ് ചെയ്തതിന്. പിന്നെ അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ കിഴങ്ങൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം എന്നില്ല, തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കറി തിളക്കണ്ട, ഒന്നുകൊണ്ട് ചൂടായാൽ മതി. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തതല്ലേ, തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. അങ്ങനെ കറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ അയക്കാനും ഒരു 2-3-4 കറിവേപ്പിൻ്റെ എല്ലാം കൈ കൊണ്ട് ഇങ്ങനെ ഞരട്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഞാൻ വെറുതെ പറയല്ല, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അങ്ങനെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പൂരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ പത്തിരി പരത്തുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ മാവ് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നാൽ ഓയിൽ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ചെയ്യണുള്ളൂ. ഇതിലേക്കല്ല, ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വല്ലാതെ പൊള്ളച്ച് വരാൻ സാധ്യതയില്ല. നല്ലോണം എണ്ണയിലിട്ട് ഇങ്ങനെ മുക്കി പൊരിക്കുമ്പോൾ നല്ല വീർത്ത് പൊള്ളച്ച് വരും. പിന്നെ ചെറിയ പൂരി ആകുമ്പോഴും അങ്ങനെ പൊള്ളച്ച് വരും. ഇതിൻ്റെത് അങ്ങനെ അങ്ങോട്ട് ബലൂണ് പോലെ വീർത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ആദ്യം, എന്നിട്ടല്ലേ ചുട്ടെടുക്കൽ. അപ്പോൾ ഞാൻ പത്തിരി പ്രസ് എടുക്കാൻ മടിച്ചിട്ടേ ഈ ബോൾസ് ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനത് പരത്തിനെ കണ്ടാണ്ട് ചിഞ്ചുമോള് കിച്ചണിലുണ്ടായിനി. അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ പ്രസ്സിലിട്ട് കണ്ട് അമർത്തി തരാറുണ്ട്. ഓൾ അങ്ങനെ പ്രസ്സിലിട്ട് കണ്ട് പരത്തുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിനി ഇത് ഫ്രൈ ചെയ്തെടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ നമ്മളെ കടായൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ അധികം ഇങ്ങനത്തെ ഒക്കെ ഫ്രൈ ചെയ്യാനും അതേപോലെ നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കാനും മീൻ പൊരിക്കാനും ഒക്കെ ഇപ്പോൾ അധികം ഈ ഒരു ചട്ടിയാണ് യൂസ് ചെയ്യൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചട്ടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ചട്ടിയാണ്. ഇങ്ങനത്തെ ഒരു ചട്ടി കയ്യിലുണ്ടെങ്കിലേ നമുക്ക് ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ടാക്കാം. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണമെങ്കിലും കറി ഉണ്ടാക്കണമെങ്കിലും പപ്പടം പൊരിക്കണമെങ്കിലും അതേപോലെ പൂരിയൊക്കെ പൊരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ പൂരി അവിടെ ഇവിടെയൊക്കെയാണ് കേട്ടോ പൊള്ളച്ച് വരുന്നത്. നല്ലോണം വീർത്ത് പൊള്ളച്ച് വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഓയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ഓയിൽ പിന്നെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഹെൽത്തിന് പ്രോബ്ലം അല്ലേ. അപ്പം ഞാനങ്ങനെ ഒരുപാട് ഓയിലൊന്നും വേസ്റ്റ് ആക്കി കളയലില്ല കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കൽ. അപ്പോൾ ഇതാ പൂരിയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചിഞ്ചുമോള് പ്രസ്സിലിട്ടാണ്ട് ഒന്ന് അമർത്തി തന്നിട്ട് പിന്നെ ഓളെന്നെ പരത്തണമുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് പരത്താൻ വേണ്ടിയാണ്ട് ഞാൻ കൊടുത്തതാണ്, പരത്തി പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ടല്ലോ. കറി ഞാൻ വേറൊരു പാത്രത്തേക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. ചോറ് പുറത്ത് അടുപ്പത്താണെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഊറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറിന് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉച്ചക്ക് പിന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, ഞാനും ഉമ്മയും ചിഞ്ചുമോളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇതിത്തെ കറി തന്നെ ഉണ്ടാവും കേട്ടോ ബാക്കി. അപ്പോൾ പിന്നെ കറി ഞാൻ ഉണ്ടാക്കണില്ല. പിന്നെ ചോറിന് ഉപ്പേരി ഉണ്ടാക്കണം. അതേപോലെ മീനുണ്ട് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചത്, അത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒന്ന് പുഴയേക്കും വേണം കേട്ടോ പോവുക. കുറേ ഉണ്ട് തുണികൾ അലക്കാൻ. 2 ദിവസം തുണികൾ അലക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് പുഴയേക്കും വേണം പോവുക. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ലഞ്ചിനുള്ളതൊക്കെ വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ. ചോറും ആയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെയും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പഴം പുഴുങ്ങിയതും ചായയൊക്കെ കൊടുത്ത് ഐഫക്കുട്ടിനെയൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ച് ഉമ്മാക്കും പഴം പുഴുങ്ങിയതും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടേന്. പിന്നെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഇൻസുലിനൊക്കെ വെക്കണ്ടേ. അപ്പോൾ നേരത്തെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനും കഴിച്ചു. പിന്നെ നമ്മൾ പൂരിയൊക്കെ ചുട്ടാണ്ട് ചട്ടി എന്തായാലും ചൂടായി കിടക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലും ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മീനും ഉപ്പുമുളകും തേച്ചത് ഫ്രിഡ്ജിലുണ്ടായിന്. അയില മീനാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചീനച്ചട്ടിയിൽ മീൻ പൊരിക്കണ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എളുപ്പം മൊരിഞ്ഞ് വരും, നല്ലോണം മൊരിഞ്ഞ് നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ മീൻ പൊരിച്ചെടുക്കുമ്പോൾ. പിന്നെ നടുവിൽ മാത്രം അല്ല തീയെത്തുക, എല്ലായിടത്തും എത്തും. ചീനച്ചട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ തീയെത്താതെ ഒന്നും നിൽക്കൂല കേട്ടോ. നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ മീൻ ഫ്രൈ ചെയ്തതും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ കുറച്ച് ചീര ഉണ്ട്. ആ ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതും ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം കുക്ക് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം കഴുകി വെച്ചാൽ മതിയല്ലോ. പാത്രം കഴുകാനും നമുക്ക് ആക്കാണ്, അതേപോലെ തന്നെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആ ചീനച്ചട്ടീനെ കഴുകി വീണ്ടും അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ഇനി വേഗം ഞാൻ ഈ ചീര കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചീരൻ്റെ തണ്ടും ഇലയും ഒക്കെ കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചീരത്തോരനൊക്കെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനിന്ന് അങ്ങനെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പം നോക്കുമ്പോൾ ഒന്ന് മുട്ടല്ല കേട്ടോ, മുട്ടയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അതാ നമ്മളെ ചട്ടി ചൂടായി. പിന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനും അതേക്ക് ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ ഇതിന് നേരെ ഒരുപാടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു കഷ്ണം സവാള എടുത്തതാണ് ഞാൻ. പിന്നെ സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീരയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇത് എളുപ്പം വേവ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ കട്ടിയുള്ള ചീനച്ചട്ടി ആകുമ്പോഴേ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ആകുമ്പം എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഗ്യാസും ലാഭിക്കാം, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നമ്മൾ എന്താ പറയുക, നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ കോട്ടിങ്ങൊക്കെ എളുപ്പം പോകുമല്ലോ. കോട്ടിങ് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ നമ്മളത് ഒഴിവാക്കൂല, അതിൽ തന്നെ പിന്നെയും വീണ്ടും കുക്ക് ചെയ്യൂലേ. അപ്പോൾ അതൊക്കെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലം വരുത്തും. പക്ഷെ അതൊന്നും നമ്മൾ അപ്പം ശ്രദ്ധിക്കൂല. നേരെ മറിച്ച് ഇതേപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കോട്ടിങ്ങും കാര്യങ്ങളൊന്നും പോവില്ല. നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ഇതിങ്ങനെ മയം വെച്ച് വരികയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചീരയൊക്കെ ഒരുവിധം ആയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. അങ്ങനെ ചീരത്തോരനായിട്ടുണ്ട്. ഇനി മുട്ട ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വേറൊരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ.
അപ്പം ഇന്നത്തെ ചോറും കൂട്ടാനും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, മഞ്ചേരിയിലെത്തണം. അപ്പം ഞാൻ വേഗം കുക്കിങ്ങൊക്കെ അങ്ങോട്ട് തീർത്തതാട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ തുണികളുണ്ട് അലക്കാനെന്ന്. അപ്പോൾ അതും കൊണ്ട് പുഴയിൽ പോകുന്നതാണ്. പുഴ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായിട്ടില്ലേ? പുഴയിലേ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിക്കണം കേട്ടോ. ഇപ്പം മഴയൊക്കെ പോയില്ലേ, അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ആവണുണ്ടാവൂലേ? നേരം ഇപ്പം നമ്മൾ ഈ ഒരു അലക്കണ കല്ലുണ്ടല്ലോ, ആ ഒരു കല്ലിൻ്റെ അവിടെയൊക്കെ നല്ലോണം വെള്ളം ഉണ്ട്. ഇനി ഇപ്പോൾ കുറേ അങ്ങോട്ട് പോയിക്കണ്. ഞാനിപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പുഴയ്ക്ക് വരുന്നത്. അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അനിയത്തിയും കുട്ടികളും വന്നീനി. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഓലേറ്റ് വർത്താനം പറഞ്ഞു നിന്ന് പിന്നെ മക്കളും എൻ്റെ കൂടെ പുഴയ്ക്ക് പോന്നിട്ടുണ്ട്. പുഴയിൽ വന്നാൽ പിന്നെ അറിയാലോ എത്ര അലക്കാണ്ടെങ്കിലും എളുപ്പം കഴിയും. അപ്പോൾ 2-3 ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് സോപ്പ് പൊടി അല്ല ലിക്വിഡാണ് കേട്ടോ, വാഷിംഗ് ലിക്വിഡാണ്. ലിക്വിഡിലൊക്കെ ഇട്ട് കുറച്ച് അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ അലക്കണമുണ്ട് കേട്ടോ. പിന്നെ ചിഞ്ചുമോളും ഉണ്ട് ഒപ്പം. അപ്പോൾ ഞാൻ അലക്കണത് അങ്ങനെ കൊണ്ട് വെക്കണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ നല്ല വീഡിയോ നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നടന്നു പോയാൽ എത്തും. അത്ര ഉള്ളു ഇപ്പോൾ. ഇങ്ങനെ കാണുന്ന ഇഷ്ടമാണ്. ഇങ്ങനെ കാണുന്ന ഇഷ്ടമാണ്.